ഇപ്പോൾ ലൂക്കയുടെ സുവിശേഷത്തിൽ മത്തായി 13:52 ഒന്നുകൂടി വായിച്ചേ. അവൻ തുടർന്നു സ്വർഗരാജ്യത്തിന്റെ ശിഷ്യനായി. എല്ലാവരും വായിച്ചോ? എല്ലാവരും ബൈബിളിൽ നോക്കി വായിച്ചേ. സ്വർഗരാജ്യത്തിന്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമജ്ഞനും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യരാണ്. ഇപ്പം മനസ്സിലായല്ലോ, ദൈവരാജ്യത്തിൻ്റെ ശിഷ്യൻ എന്ന് പറയുന്നത് യേശുവിൻ്റെ ശിഷ്യൻ. നിയമജ്ഞൻ എന്ന് പറയുന്നത് പഴയ ഫരിസേയനായിരുന്നു. അങ്ങനെ ഒരാൾ യേശുവിൻ്റെ ശിഷ്യനായി കഴിയുമ്പോൾ അയാൾ ഇനി പുതിയത് പഠിച്ചിട്ട് പുതിയതിൽ നിന്ന് പഴയതിലേക്ക് പോകണം. അതാണ് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥൻ എന്ന് പറയണത്. ഒരാൾ വീട്ടിൽ ചെന്നാൽ സാധാരണ അവരുടെ കഷ്ടമനുസരിച്ച് പുതിയ വീഞ്ഞും പഴയ വീഞ്ഞും എടുത്തിട്ട് ആദ്യം പുതിയത് വിളമ്പി അതിന് ശേഷമേ പഴയതിലുള്ളൂ. ആ ഒരു സിംബോളിക്. ഇനി ഇതെങ്ങനെയാണ് പഠിക്കണമെന്ന് കേൾക്കാം. പുതിയ നിയമത്തിൽ ഇപ്പോൾ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 18 മുതലുള്ള വചനം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള വചനങ്ങൾ എല്ലാവരും എടുത്ത് വായിച്ചു. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാനാണ് ഇതെല്ലാം സംഭവിച്ചത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ ഇപ്പം മത്തായിയുടെ സുവിശേഷത്തിൽ ഈ പാരഗ്രാഫ് പഠിച്ച് വായിച്ച് അവിടെ വന്നപ്പോൾ മനസ്സിലായല്ലോ, മാലാഖ ഔസേപ്പിനോട് പറഞ്ഞു അവൾ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണെന്ന് പറഞ്ഞിട്ടും ഒരുപക്ഷെ ഔസേപ്പിന് അത്രയും കൺവിൻസ്ഡ് ആയിട്ടില്ല. പക്ഷെ എപ്പോഴാണ് കൺവിൻസ് ആകുന്നത്? എന്നിട്ട് വീണ്ടും ഇത് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് പൂർത്തിയാകാൻ വേണ്ടിയാണ്. അപ്പോൾ ഏത് പ്രവാചകൻ എപ്പോൾ പറഞ്ഞു? അത് അതിൻ്റെ അടിക്കുറിപ്പിൽ നോക്ക്. ഇപ്പോൾ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ഇപ്പോൾ എവിടെയെല്ലാം ഇങ്ങനെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് പൂർത്തിയാകാനാണ് എന്ന് പറയുമ്പോൾ ആ ഭാഗം അതിൻ്റെ റെഫറൻസ് അതിൻ്റെ അടിക്കുറിപ്പിൽ കാണും. മത്തായി 1:22 സമാന്തരമായിട്ട് ഏശയ്യ 7:14. അപ്പോൾ ഇനി ഏശയ്യയിലേക്ക് പോയിട്ട് ഏശയ്യ ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കണം. ഏശയ്യയുടെ പുസ്തകത്തിൻ്റെ ആമുഖത്തിലേക്ക് നോക്കാം. മത്തായിയിൽ അവിടെ ഒരു അടയാളം വെച്ചിട്ട് ഏശയ്യയിലേക്ക് പോകാം. ഏശയ്യ ഏത് കാലഘട്ടത്തിൽ ജീവിച്ച ആളാണെന്ന് ആ ആമുഖത്തിൽ നോക്കി വായിക്കാം. ഏശയ്യ BC 8-ാം നൂറ്റാണ്ടിൻ്റെ 8-ാം നൂറ്റാണ്ടിൽ. അപ്പോൾ കണ്ടോ, ഏതാണ്ട് യേശുവിന് 700-ലധികം വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചിട്ടുള്ളതാണ്. ഇനി 7-ാം അധ്യായത്തിൽ 14 പോയി വായിക്കാം. എന്താണ് ഏശയ്യ അവിടെ പറയുന്നത്? കർത്താവ് തന്നെ നിനക്കൊരടയാളം തരും. യുവതി ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും. അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും.
അപ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മളെങ്ങനെ പഠിച്ചു? മത്തായിയിലെ പുതിയ നിയമം വായിച്ചു. ഓക്കെ, ആ പുതിയ നിയമത്തിൽ നിന്ന് പഴയ നിയമത്തിലേക്ക് പോയി. പുതിയ നിയമത്തിൽ നിന്ന് പഴയ നിയമത്തിലേക്ക് പോയി. ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഈ പുതിയ നിയമഭാഗം പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ്. ഇനി മത്തായി 2-ാം അധ്യായം വായിക്കാം. ഹേരോദോസ് രാജാവിൻ്റെ കാലത്ത് യൂദയായിലെ ബെത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്തു നിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് കേട്ട് ഹേരോദോസ് രാജാവ് അസ്വസ്ഥനായി. അവനോടൊപ്പം ജെറുസലേം മുഴുവനും. അവൻ പ്രധാന പുരോഹിതന്മാരെയും ജനത്തിൻ്റെ ഇടയിലെ നിയമജ്ഞരെയും വിളിച്ചുകൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, യൂദയായിലെ ബെത്ലഹേമിൽ. പ്രവാചകൻ എഴുതിയിരിക്കുന്നു. സ്റ്റോപ്പ്. കണ്ടോ? പ്രവാചകൻ എഴുതിയിരിക്കുന്നു. ഇനി അടിക്കുറിപ്പ് നോക്കൂ. ഏത് പ്രവാചകനാണ് എഴുതിയിരിക്കുന്നത്? മിക്ക പ്രവാചകൻ്റെ പുസ്തകത്തിൽ എത്രാം അധ്യായം എത്രാമത്തെ വചനം? 5:2. ഇനി മിക്കായിലേക്ക് പോവുക. മത്തായി വിടരുത്. മിക്ക പ്രവാചകൻ്റെ പുസ്തകത്തിൽ പോയിട്ട് മിക്ക പ്രവാചകൻ ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. BC 750. അപ്പോൾ ഏതാണ്ട് ഏഷ്യായുടെ സമകാലികനായിരുന്നു മിക്ക. ഇല്ലേ? അതാണ് ഉദ്ദേശം. ഈശോയ്ക്ക് 700-ൽ അധികം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നതാണ് മിക്കായി. എന്താണ് മിക്കായി പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്? മിക്ക 5:2 എന്താ? മിക്ക 5:2 എന്താ പറയണേ? ബെത്ലഹേം എഫാത്ത, നീ യൂദാ ഭവനങ്ങളിൽ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് പുറപ്പെടുന്നത്. അപ്പോൾ ഈ ഭാഗം ജനറലി നമ്മൾ വായിക്കുകയാണെങ്കിൽ നമ്മൾ ആരെങ്കിലും വിചാരിക്കുമോ ഇത് ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള പ്രവചനമാണെന്ന്? മനസ്സിലായോ? അത് അപ്പം ഈ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നും നമ്മൾ അങ്ങോട്ട് മിക്കായിലേക്ക് പോകുന്നു. ഇനി വീണ്ടും മത്തായിലേക്ക് വരും. തുറന്ന് വായിക്കൂ. അല്ലെങ്കിൽ ഹെരോദോസ് അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നതുവരെ അവിടെ താമസിക്കുക. ഹേരോദോസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. ഹേരോദോസിൻ്റെ മരണം വരെ അവിടെ വസിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ പുത്രനെ വിളിച്ചു എന്ന് പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്തത് പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. ഓക്കെ, ഇപ്പോൾ ഏത് പ്രവാചകനാണത്? ഹോസിയ പ്രവാചകൻ. കണ്ടോ? അപ്പം ഇനി ഹോസിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പോകാം. അതാണ് പുതിയതിൽ നിന്ന് പഴയതിലേക്ക്. ഹോസിയയിൽ പോയിട്ട് ആദ്യം ഹോസിയ ഏത് കാലഘട്ടത്താണ് ജീവിച്ചതെന്ന് പഠിക്കുക, നോക്കുക. ഹോസിയ ഏത് കാലഘട്ടത്തിൽ ജീവിച്ചേ? BC 8-ാം നൂറ്റാണ്ടിൽ. ഓക്കെ, അപ്പോൾ ഏതാണ്ട് ആൾമോസ്റ്റ് ഇതേ സമയത്ത് തന്നെ. എന്താണ് ഹോശേയയിൽ പറയുന്നത്? ഇസ്രായേൽ ശിശുവായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. അതെ, കണ്ടോ? ഇനി അപ്പോൾ ഇനി മത്തായിലേക്ക് തിരിച്ചു വരിക. ഹേരോദോസിൻ്റെ മരണം വരെ അവിടെ വസിച്ചു. ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചെന്ന് മനസ്സിലാക്കിയ ഹേരോദോസ് രോഷാകുലനായി.
അവരിൽ നിന്ന് മനസ്സിലാക്കിയ സമയമനുസരിച്ച് അവൻ ബെത്ലഹേമിലെയും സമീപ പ്രദേശങ്ങളിലെയും 2 മതിൽ താഴെയുള്ള വയസ്സുള്ള എല്ലാ ആൺകുട്ടികളെയും ആളയച്ച് വധിച്ചു. അങ്ങനെ ജെറമിയ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് പൂർത്തിയായി. റാമായിൽ ഒരു സ്വരം, വലിയ കരച്ചിലും മുറവിളിയും. റാഹേൽ തൻ്റെ സന്താനങ്ങളെക്കുറിച്ച് കരയുന്നു. അവളെ സാന്ത്വനപ്പെടുത്തുക അസാധ്യം, എന്തെന്നാൽ അവൾക്ക് സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. കണ്ടോ, ഇപ്പോൾ ഇത് കൃത്യമായിട്ട് അവിടെ ജെറമിയ. കണ്ടോ, ഇപ്പോൾ പുതിയ നിയമത്തിൽ നിന്നും എത്ര പോയിൻ്റാണ് പഴയ നിയമത്തിലേക്ക്? യേശയ്യ, മിക്ക, ഹോശയ്യ, ജെറമിയ. ഇനി വീണ്ടും ഇതിൽ മത്തായിലേക്ക് തുടരാം. ഹേറോദോസിന്റെ മരണശേഷം, ഹേറോദേസിന്റെ കാലശേഷം ഈജിപ്തിൽ വെച്ച് കർത്താവിൻ്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു. മകൻ അർക്കലാവോസാണ് പിതാവായ ഹേറോദോസിൻ്റെ സ്ഥാനത്ത് യൂദയായിൽ ഭരിക്കുന്നതെന്ന് കേട്ടപ്പോൾ അവിടേക്ക് പോകാൻ ജോസഫിന് ഭയമായി. സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പനുസരിച്ച് അവൻ ഗലീലി പ്രദേശത്തേക്ക് പോയി. അവൻ നസറായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകുവാൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ അവൻ ചെന്നു പാർത്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇങ്ങനെ ഒരു ഹോംവർക്കായിട്ട് ധ്യാനം കഴിഞ്ഞ് പോയിട്ട് ഈ പുതിയ നിയമം 4 സുവിശേഷവും സുവിശേഷ ഭാഗം വായിച്ചിട്ട് ഓരോ പാരഗ്രാഫിലും അതിൻ്റെ പഴയ നിയമ പശ്ചാത്തലം വായിച്ചത് അങ്ങനെ ഒരു പ്രാവശ്യം പഠിക്കണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് വലിയ ഒരു വിശ്വാസത്തിൻ്റെ വളർച്ചയുണ്ടാകും. പ്രധാനമായിട്ട് മനസ്സിലാകുന്നത് മാതാവിനോട് പറഞ്ഞ പോലെ കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ പഴയ നിയമത്തിൽ പൂർത്തിയാകും എന്നൊരു വിശ്വാസം. അപ്പോൾ അതെല്ലാം പൂർത്തിയായതായിട്ട് നമുക്ക് മനസ്സിലായി കഴിയുമ്പോൾ ബൈബിളിൻ്റെ അന്തരാർത്ഥത്തിൽ വലിയൊരു വീക്ഷണ വ്യത്യാസം ഉണ്ടാകും നമുക്ക്. അതിനുശേഷമാണ് ദൈവം നമ്മുടെ ഹൃദയത്തിൽ സംസാരിക്കുമ്പോൾ തന്നെ ഇത് യേശയ്യായോട് പറഞ്ഞ മാതിരി തന്നെയല്ലേ നമ്മളോടും പറയണേ. യേശയ്യായിൽ പറഞ്ഞത് പൂർത്തിയായെങ്കിൽ നമ്മളോട് പറഞ്ഞത് പൂർത്തിയാകും. നമ്മുടെ ഉള്ളിലും ദൈവം സംസാരിക്കുന്ന ആ സ്വരം കേൾക്കാനൊക്കെ എളുപ്പം സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ബൈബിൾ പഠിക്കേണ്ടത്. പ്രൈസ് ദ ലോർഡ്. ഓക്കെ, പുതിയതിൽ നിന്ന് പഴയതിലേക്ക് പോകണം. പഴയത് വായിച്ചിട്ട് പുതിയതിലേക്കല്ല വരേണ്ടത്. നമ്മളിപ്പോൾ സമാപിപ്പിക്കുകയാണ് ഇന്നത്തെ ശുശ്രൂഷ. നമ്മൾ രാത്രി ആരാധനക്കാർ ആ ചട്ടമനുസരിച്ച് ഇന്നലത്തെ പോലെ വന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ നന്ദി ഈശോയേ. നമുക്ക് ചെറുതായിട്ടൊന്ന് നന്ദി പറയാം ഉള്ളിൻ്റെ ഉള്ളിൽ. ദൈവമേ, ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ പഠിച്ചു. സംശയങ്ങൾ ഇനി നമ്മൾ അവസാനം ചോദിച്ചാൽ മതി. കാരണം ഇതെല്ലാം അടുത്ത ക്ലാസ്സുകളിൽ കവറാകും. സംശയങ്ങളൊക്കെ മിക്കവാറും ചോദിക്കുന്നതൊക്കെ വരാൻ പോണ ക്ലാസ്സുകളിൽ പറയാനുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് അത് ക്ലിയർ ആയിക്കോളും കേട്ടോ. പരിശുദ്ധാത്മാവേ നന്ദി 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 നന്ദി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എല്ലാവരും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് തമ്മിലാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. പ്രൈസ് ദി ലോർഡ്.
ഗുഡ് നൈറ്റ്. നിങ്ങൾ ഇന്ന് ഒരുപാടൊക്കെ സംസാരിക്കണത് കേട്ടു. ഇന്ന് ഇനി സംസാരിക്കരുത്. മൗനമായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് വിചിന്തനം ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. നാളെയും മറ്റന്നാളുണ്ട്. നാളെ നമുക്കപ്പോൾ അതിൻ്റെ ആഴമായിട്ട് ഉള്ള കാര്യങ്ങൾ വരണമെങ്കിൽ നിങ്ങൾ ദാഹിക്കണം. ദാഹിക്കുന്നവർക്ക് 2-3 ഗ്ലാസ്സൊക്കെ ഒന്നിച്ച് കുടിക്കാൻ പറ്റും. ദാഹിച്ചില്ലെങ്കിൽ ഒരു ഗ്ലാസ്സുമ്പോൾ അവസാനിപ്പിക്കും. ക്ലാസ്സല്ല, ഗ്ലാസ്. ഞാൻ എല്ലാ ക്ലാസ്സും എടുക്കും. പക്ഷെ നിങ്ങൾക്കത് കിട്ടണമെങ്കിൽ നിങ്ങൾ ദാഹിക്കണം. അപ്പം ഇന്ന് നിങ്ങൾ ആരോടും സംസാരിക്കാതെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രാർത്ഥിക്കുക. രാത്രി ആരാധന നിലത്തെ പോലെ നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്.